ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അന്ന് നമ്മളെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആകെ ഡൗൺ ആണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തിരക്കിലായിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ നോക്കാം. സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇതാക്കുന്ന ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് നല്ലതുപോലെ മഴയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്, എല്ലാവരുടെയും അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ നമ്മൾ പുറത്തയച്ചു വിടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് തീറ്റ ചെലവാണെങ്കിൽ നല്ല നല്ല പൈസയാണ്. നമ്മൾ തീറ്റ ചെലവാണെങ്കിൽ നമ്മൾക്കിനി അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒക്കെ നമ്മുടെ കോഴികൾക്ക് വാങ്ങി കൊടുക്കുകയാണെങ്കിലും നല്ലൊരു പൈസ തന്നെയാണ്. ഒരു കിലോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പൈസയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അല്ലെ പിന്നെ നമ്മളെ ഹോട്ടലൊക്കെ ഉള്ളവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടുന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കണം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ വീട്ടിലെ വേസ്റ്റും അതേപോലെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന തീറ്റയും നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഇലകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു തീറ്റയും നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നില്ല, വേസ്റ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കിട്ടാവുന്നതൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മൾ കോഴിനെയൊക്കെ വളർത്തുന്നത്. പിന്നെ അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് കോഴിനെ കാണാതെ ആയിട്ടുണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആകെ ടെൻഷനാണ്. ഞാൻ മൊത്തത്തിൽ ടെൻഷനാണ്. അപ്പൊ നമ്മുടെ കോഴികളൊക്കെ ഒരുപാട് കാണാതാവാന്ന് പറയുമ്പോൾ ഒരു വിഷമല്ലേ. ചത്തുപോവാണെങ്കിൽ അസുഖമായി ചത്തുപോവാന്ന് വിചാരിക്കും. ഇത് കാണാതാവുമ്പോൾ ഒരു വിഷമം. അപ്പൊ പറ്റ കുറവാണ് നമ്മുടെ കോഴികളൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് തീറ്റ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തു പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുകയായിരിക്കില്ല ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മൾ കുറച്ച് ഒരു തീറ്റ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച്. അപ്പൊ അതെങ്ങനെയാന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിനി അയച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമ്മൾ രാവിലെയും ആ ഒരു വൈകുന്നേര സമയത്ത് എന്തായാലും അവർക്ക് തീറ്റ കൊടുക്കണം. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒന്നും ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും ചോറൊന്നും ബാക്കി വരാറില്ല. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ അപൂർവമാണ് നമ്മുടെ കുറച്ച് ചോറൊക്കെ ബാക്കി വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് തീറ്റയൊക്കെ ഉണ്ടാക്കി വെക്കാലോന്ന്. അപ്പൊ ഇതൊക്കെ നമ്മളെ കടകളിൽ നിന്ന് വാങ്ങിയ കുറച്ച് തവിടുകളാണ് ഇത് ചോളത്തിന്റെ അതേപോലെ നെല്ലിന്റെ അങ്ങനെ കുറച്ച് തവിടുകളാണ്. പിന്നെ നമ്മൾ കുറച്ച് തീറ്റയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തവിട് കുറച്ചധികം കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ എൻ്റെ അടുത്ത് കുറവാണ്, അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് ഇടുന്നത്. ഇനി നമുക്ക് തവിട് വാങ്ങിയിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ കുറച്ചധികം തീറ്റയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇതേപോലെ ആക്കി വെക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മളെ തവിടാട്ടോ. ഇത് അന്ന് തവിട് സെപ്പറേറ്റ് ഞാൻ വാങ്ങിയതായിരുന്നു, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് തവിട് വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് തീറ്റയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറച്ചധികം തവിട് അധികം വാങ്ങാം കേട്ടോ. അപ്പൊ ഇതാക്കുന്ന നമ്മളെ തവിടാട്ടോ. ഇനി നമ്മളെ കുറച്ച് വേറെ വെറൈറ്റി ഒരുപാട് തവിടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് വേറെ വേറെ കവറിലാക്കി വെച്ചായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കോഴിയൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തവിട് കുറച്ച് അധികം വാങ്ങാം കേട്ടോ. ഇത് നല്ല ചോളത്തവിടാട്ടോ. നമ്മൾ ചോളത്തവിട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വാങ്ങാറുണ്ട്. വേറെ ഒരു തവിട് വാങ്ങിയില്ലെങ്കിൽ ചോളത്തവിട് ഇവിടെ എന്തായാലും വാങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തീറ്റേന്റെ ഒപ്പം നമ്മൾ ഇതും കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ല, ഇത് ചെറിയൊരു ഒരു ചെറിയ അത്യാവശ്യം നല്ലൊരു വലുപ്പമാണെങ്കിലും നമ്മൾ പൊടികളൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും കൊള്ളാതെയായി. പിന്നെ ഇത് ഉഴുന്നിന്റെ തവിടാട്ടോ. നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനും ഉഴുന്നിന്റെ തവിട് വാങ്ങിയതാണ്. അപ്പൊ തവിടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടോ. അപ്പൊ എങ്ങനെയാണെങ്കിലും എല്ലാത്തിനും ഒരേ റേറ്റും ഇതൊക്കെയാണ് വരുന്നത്. ഒരു 5 രൂപയുടെ മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ ഈ ഒരു ഇതില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോ തീറ്റ വാങ്ങുകയാണെങ്കിലും സ്റ്റാർട്ടർ ആണെങ്കിലും ഗ്രോവർ ആണെങ്കിലും എല്ലാത്തിനും നമ്മളെ ലെയർ മാഷ് ആണെങ്കിലും ഒക്കത്തിനും നല്ല പൈസ തന്നെയാണ് നമ്മുടെ തീറ്റകൾക്ക് വരുന്നത്. പിന്നെ നമ്മളെ മുത്തുമോളെ നഴ്സറി പോകുന്ന ഒരു സമയത്ത് കുറച്ച് അമൃതം പൊടിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പൊടികളൊക്കെ നമ്മളെ വീട്ടിൽ എക്സ്ട്രാ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വീടിന്റെ അടുത്തുള്ള ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ പൊടികളൊക്കെ നമുക്ക് ഈ ഒരു കുഴച്ച് വെക്കുന്നതിൽ ചേർത്ത് വെക്കാം കേട്ടോ.
പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കർക്കിടക്കഞ്ഞിന്റെ ഒരു പയറുവർഗ്ഗങ്ങളാട്ടോ. അതിൽ എല്ലാവിധ പയറുകളും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കാൻ എന്തായാലും നമ്മളെ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാട്ടോ ഇതിപ്പോ കുറച്ച് കേട് വന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു തീറ്റയിലേക്ക് മിക്സ് ആക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇത് കുറച്ച് ഗോതമ്പാട്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയാണ്. അപ്പൊ നമ്മൾ ഗോതമ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാതെ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയല്ലാതെ കുറച്ച് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇതിപ്പോ കാണിച്ച പയറാട്ടോ, പയറ് ഞാൻ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാതെ അതും പൊടിച്ചതാട്ടോ. പിന്നെ നമ്മള് കുറച്ച് ഈ പിണ്ണാക്കുണ്ടല്ലോ, ഇത് നമ്മളെ കടലപ്പിണ്ണാക്കാണ്. പിന്നെ കുറച്ച് റവയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് നമ്മുടെ പാത്രം നിറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു പെയിന്റിങ്ങിന്റെ പാത്രമായിട്ട് എടുക്കുന്നത്, ഒരു ബക്കറ്റ്. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് കുഴയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെയിന്റിന്റെ ബക്കറ്റ് ആകുമ്പോൾ നല്ല ഉണങ്ങിയ ബക്കറ്റൊക്കെ എടുത്താൽ നമ്മൾക്ക് അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതല്ല, നനയാത്ത ഒരു ബക്കറ്റ് വേണം എടുക്കാൻ, ഇത് പൂത്തു പോകും, അതുകൊണ്ടാട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തീറ്റയിൽ മിക്സ് ആക്കി കൊടുക്കാമല്ലോ. ഇത് കുറച്ച് റവയാണ് കേട്ടോ. അപ്പൊ നമ്മള് റവയും കൂടി നമ്മൾ കേട് വന്ന റവയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ടു. പിന്നെ ഞാൻ പിണ്ണാക്ക് പൊടിച്ചെടുത്ത കേട്ടോ. അല്ലാത്ത പക്ഷെ നമ്മളെ ആ തീറ്റയിൽ ഇങ്ങോട്ട് മിക്സ് ആവില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതാക്കുന്ന നമ്മളെ അതേപോലെ പിണ്ണാക്കും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഗോതമ്പ് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ എന്താ പറയുക, മിക്സിയിലിട്ട് ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഈ തീറ്റയിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പയറാട്ടോ, അത് ഞാൻ ഇതിലങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പയർവർഗ്ഗങ്ങളൊന്നും ഇങ്ങനെ ഇതേപോലെ വാങ്ങി സെപ്പറേറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതേപോലെയൊക്കെ കുറച്ചൊക്കെ നമ്മുടെ തീറ്റയിലൊക്കെ ഇങ്ങനെ മിക്സ് ആക്കുകയാണെങ്കിൽ അത്യാവശ്യം അവർക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പൊടിച്ചു വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ നമ്മൾ കോഴിയുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെയായിട്ട് ചെയ്യല്, നമ്മൾ തീറ്റ കുറച്ച് വാങ്ങും, എന്നിട്ട് നമ്മൾ ഇതേപോലെ എല്ലാം കൂടി മിക്സ് ആക്കി വെക്കും. നമ്മൾ കിട്ടാനുള്ളതൊക്കെ ഇങ്ങനെ റവയും അതേപോലെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് അങ്ങനെയൊക്കെ കിട്ടി കളക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ തീറ്റ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് തീറ്റ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും നമ്മുടെ കോഴികൾക്കൊക്കെ ഇതേപോലെ മാർക്കറ്റിൽ വരുന്ന തീറ്റയൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ എന്തായാലും ഗോതമ്പിനാണെങ്കിലും അതേ റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ തീറ്റയൊക്കെ എന്തായാലും വാങ്ങി വെക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാതെ ഇതേപോലെ കുറച്ച് വാങ്ങിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതന്നെ കൊടുത്താൽ പെട്ടെന്ന് നമ്മളെ തീറ്റയൊക്കെ തീരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിന്റെ പരിസരത്ത് കിട്ടാനുള്ള അതേപോലെ പപ്പായയുടെ ഇല, മുരിങ്ങയുടെ ഇല, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, അതേപോലെ വാഴന്റെ ഇതൊക്കെ അല്ലേ, അതൊക്കെ നന്നായിട്ട് ഈ ഒരു തീറ്റയിൽ മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ വാഴന്റെ ഇലയൊക്കെ കൊടുക്കുക കേട്ടോ, ചേമ്പിന്റെ ഇലയൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മുടെ കോഴികൾ കഴിക്കുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട്, ഞാൻ അങ്ങനെയായിട്ട് ചെയ്യാറ്, നമ്മൾ മിക്സിന്റെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് കൊടുക്കുക. പിന്നെ നനച്ച് കൊടുക്കണമെന്നില്ല, ഇപ്പൊ മഴയല്ലേ, അതുകൊണ്ട് നനച്ച് കൊടുക്കണം. പിന്നെ നമ്മളെ മിക്സ് ആക്കിയ തീറ്റ നനയാതെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതാക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തീറ്റയൊക്കെ വാങ്ങിയിട്ട് മിക്സ് ആക്കി ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റ ചെലവൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതുതായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറ്റുള്ളവരേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.